സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ എഴുതിയിട്ട് എത്ര മാർക്ക് കിട്ടും എന്നൊരു ടെൻഷനിലായിരുന്നു എല്ലാവരും. ഇപ്പോൾ ഇതാ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങളുടെ ചലഞ്ചിങ്ങൊക്കെ ശേഷം ഒരു ഫൈനൽ ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏകദേശം ഒരു കട്ട് ഓഫിൻ്റെ ഒരു അവലോകനം കൂടി ഞാൻ ഏറ്റവും അവസാനം നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് കയ്യിലുള്ളത് കോഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ശരി, ദീർഘിപ്പിക്കുന്നില്ല, തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒന്നിൽ B ആണ് ഓപ്ഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. രണ്ടാമത്തെ ചോദ്യം, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? C ഓപ്ഷനാണ്, നെപ്പോളിയൻ. മൂന്നാമത്തത് ലാഹോർ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. B ഓപ്ഷനാണ് ശരിയായ ഉത്തരമായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. അതായത് ഉത്തര കീയിൽ ശരിയായത്, അതായത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിലുള്ള കറക്റ്റായ ഉത്തരം ഓപ്ഷൻ B ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ B ആണ്. 2ഉം 3ഉം ആണ് ആൻസർ കീ ആയിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം ഉത്തരം D ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്, D ഓപ്ഷൻ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത് B, സെക്കൻഡ് ഓപ്ഷൻ 1865 കൊടുത്തിരിക്കുന്നത്. ആറാമത്തെ ചോദ്യം C ഓപ്ഷനാണ്, സജി ചെറിയാനാണ്. ഏഴാമത്തെ ചോദ്യം A ഓപ്ഷനാണ്. ഏഴാമത്തെ ചോദ്യം A ഓപ്ഷനാണ്. അതായത് Aയും Bയും ശരിയായ പ്രസ്താവനകളാണ്. B എന്നത് Aയുടെ ശരിയായ വിശദീകരണമാണ്. എട്ടാമത്തെ ചോദ്യം A ഓപ്ഷനാണ്, ഇരുമ്പും നിക്കലുമാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ്, ഓൺലി 2 and 3 ആണ് ശരിയായ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? പത്താമത്തെ ചോദ്യം ഇടുക്കിയാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്, C ഓപ്ഷൻ. 11ാമത്തെ ചോദ്യം ഉത്തരം സെക്കൻഡ് ഓപ്ഷൻ B ആണ് ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്, സെക്കൻഡ് ഓപ്ഷൻ B. 12ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ D ആണ്, ലിഗ്നൈറ്റ്. 13 ലാസ്റ്റ് ഓപ്ഷൻ D ആണ് കൊടുത്തിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C ആണ്, നബാർഡാണ് കൊടുത്തിട്ടുള്ളത്. 15ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ്, ദാദാഭായ് നവറോജി. 16ാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത് A ഓപ്ഷനാണ്, ഫസ്റ്റ് ഓപ്ഷൻ A ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് 17ാമത്തെ ചോദ്യം A ഓപ്ഷൻ, തൃതീയ മേഖലയാണ് കൊടുത്തിരിക്കുന്നത്. 18ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B, RBI ആണ് കൊടുത്തിരിക്കുന്നത്. 19ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C, ആമുഖമാണ് കൊടുത്തിരിക്കുന്നത്. 20ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ D ആണ് കൊടുത്തിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്. 23ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ D ആണ് കൊടുത്തിട്ടുള്ളത്. 24ാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ A ആണ് കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ ഓൺലി എന്ന് പറയുന്ന ആൻസർ. ഇനി അടുത്ത 25ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C ആണ് കൊടുത്തിട്ടുള്ളത്. 27ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ D ആണ് കൊടുത്തിട്ടുള്ളത്. 1, 2, 3, 1, 2, 4 എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് 28ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ D ആണ് കൊടുത്തിട്ടുള്ളത്. 1, 2, 3 ഇവയെല്ലാം. 29ാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ A ആണ് കൊടുത്തിട്ടുള്ളത്. 30ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്, 60 വയസ്സ്. 31ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C, റവന്യൂ വകുപ്പ് മന്ത്രി. 32ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ D ആണ്. 33ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C ആണ് കൊടുത്തിട്ടുള്ളത്, 33ാമത്തെ ചോദ്യം. 34ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C ആണ് കൊടുത്തിട്ടുള്ളത്, 1, 2, 3. 35ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്, എലിസബത്ത് കോൾബർട്ട്. അടുത്ത 36ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C, കാർബൺ ക്രെഡിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ D ആണ് കൊടുത്തിട്ടുള്ളത്, ജീവനി. 38ാമത്തെ ചോദ്യം കുറയുന്നു എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 39ാമത്തെ ചോദ്യം .075 ആണ് കൊടുത്തിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ മാലൂസ് നിയമമാണ് കൊടുത്തിട്ടുള്ളത്. 41ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ചന്ദ്രയാൻ 4 ആണ് 4ാമത്തെ ഓപ്ഷനായിട്ട്. 41ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷനായിട്ട് സെക്കൻഡ് ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്. 42ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C ആണ്, ഡി ബ്രോഗലി ആണ് കൊടുത്തിട്ടുള്ളത്. 43ാമത്തെ ചോദ്യം +3 ആണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. 44ാമത്തെ ചോദ്യം CO2 ആണ് കൊടുത്തിട്ടുള്ളത്. 45ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ B ആണ് കൊടുത്തിട്ടുള്ളത്. 46ാമത്തെ ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ A ആണ് കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് ഓപ്ഷൻ A, അതായത് 1ഉം 2ഉം. 47ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് എല്ലാം ശരിയാണ് എന്ന പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. 48ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ C ആണ്, അയ്യാത്തും ഗോപാലൻ. 49ാമത്തേത് സെക്കൻഡ് ഓപ്ഷൻ B ആണ്, 2ഉം 3ഉം. അടുത്ത 50ാമത്തെ ചോദ്യം
ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് 1, 3, 1 കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം 51ാമത്തെ ചോദ്യം. സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് 6 എന്നുള്ള ഉത്തരം. 52 ഫസ്റ്റ് ഓപ്ഷൻ എ 575. 53ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ 6 ആണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. 54ാമത്തെ ചോദ്യം ബി ആണ് 500 ആണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. 55ാമത്തെ ചോദ്യം സി ആണ് കൊടുത്തിരിക്കുന്നത്. 55 സി ആണ് കൊടുത്തിരിക്കുന്നത്. 80 ആണ് ഉത്തരം. 56ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് 100 ആണ് കൊടുത്തിരിക്കുന്നത്. 57ാമത്തെ ചോദ്യം തേർഡ് ഓപ്ഷൻ സി ശനിയാണ് കൊടുത്തിട്ടുള്ളത്. 58ാമത്തെ ചോദ്യം എ ഓപ്ഷൻ 153 കൊടുത്തിട്ടുണ്ട്. 59ാമത്തെ ചോദ്യം സെക്കൻഡ് ഓപ്ഷൻ ബി 35. 60ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി 19 കൊടുത്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് 61ാമത്തെ ചോദ്യം എ ആണ്, അതായത് വാസ്. 62ാമത്തെ ചോദ്യം സി ഓപ്ഷൻ, അതായത് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ്. 63ാമത്തെ ചോദ്യം ലാസ്റ്റ് ഓപ്ഷൻ ഡി ഡിഡ് വി. അടുത്ത 64ാമത്തെ ചോദ്യം എ ഓപ്ഷൻ കുഡ് ഹാവ് മെറ്റ്. 65ാമത്തെ ചോദ്യം ബി ഓപ്ഷനാണ്, അതായത് കീപ്പ് ഫ്രം. 66ാമത്തെ ചോദ്യം സി ഓപ്ഷനാണ് മൊമെൻറ്റോ. അടുത്ത 67ാമത്തെ ചോദ്യം ബി ഓപ്ഷൻ, അതായത് ഇൻവാലിഡ്. 68ാമത്തെ ചോദ്യം എ ഓപ്ഷൻ ഐക്കണോ പാസ്റ്റ്. അടുത്ത 69ാമത്തേത് ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. 70ാമത്തെ ചോദ്യം എ ഓപ്ഷൻ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. 71 സി ആ അധികം അൻ. 72 ബി ഓപ്ഷൻ, അത് വിണ്ടലം. 73ാമത്തെ ചോദ്യം ആദി പ്രരൂപം. 74ാമത്തെ ചോദ്യം എ ഓപ്ഷൻ മാർഗം തെളിയിക്കുന്ന ആൾ എന്നതാണ് കൊടുത്തിരിക്കുന്നത്. എ ഓപ്ഷൻ അതിവാത്സല്യം അപകടകാരിയാണ്. 75ാമത്തത് ഡി ഓപ്ഷൻ തരണം ചെയ്യാനുള്ള ഇച്ഛ, ഡി ഓപ്ഷനാണ്. 76ാമത്തെ ചോദ്യം കൊടുത്തിരിക്കുന്നത് ഡി ഓപ്ഷനാണ്, അത്യുഗ്രം. 77ാമത്തെ ചോദ്യം എ ഓപ്ഷനാണ് നഗജം. 78ാമത്തെ ചോദ്യം എ ഓപ്ഷനാണ് നായകൻ നായകി എന്നുള്ളത്. 79ാമത്തെ ചോദ്യം ബി ഓപ്ഷൻ വൈദ്യർ. 80ാമത്തെ ചോദ്യം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപൂർവമായ സംഭവം തന്നെയാണ് ഉത്തരം. 81 മുതൽ നിങ്ങൾ കൺഫ്യൂഷൻ പ്രാക്ടീസ് എല്ലാവരും കാത്തിരുന്നതിൻ്റെ ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. 81 സി ഓപ്ഷനാണ്, 23 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നുള്ളത് സി ഓപ്ഷൻ. 82ാമത്തെ ചോദ്യം ബി ഓപ്ഷനാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. 83ാമത്തെ ചോദ്യം ഡി ഓപ്ഷനാണ്, കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 84ാമത്തെ ചോദ്യം കൺഫ്യൂഷൻ ഫാക്റ്റ് ആയിരുന്നു, സി ഓപ്ഷനാണ്, ഡിസ്റ്റിലറിയിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവാണ്. 85ാമത്തെ ചോദ്യം ബി ഓപ്ഷൻ 72 മണിക്കൂറാണ്. 86ാമത്തെ ചോദ്യം ഡി ഓപ്ഷനാണ്, ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 87ാമത്തെ ചോദ്യം സി ഓപ്ഷനാണ്, സി ഓപ്ഷൻ 3, 4. 88ാമത്തെ ചോദ്യം 88 ഉത്തരം എ ഓപ്ഷനാണ്, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം. 89ാമത്തെ ചോദ്യം 89 സി ഓപ്ഷനാണ്, ബ്ലെൻഡിങ് ആണ്. 89 ഇവിടെ ആൻസർ കൊടുത്തേക്കുന്നത് ബ്ലെൻഡിങ് ആണ്, ബ്ലെൻഡിങ്. 89 ആൻസർ സി ഓപ്ഷനാണ്. 90ാമത്തെ ചോദ്യം ബി ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, അതായത് 50,000 രൂപ. 91 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എ ഓപ്ഷൻ 35 UP ആണ് കൊടുത്തിട്ടുള്ളത്. 92ാമത്തെ ചോദ്യം ഡി ഓപ്ഷനാണ്, അതായത് FL 9. 93ാമത്തെ ചോദ്യം വകുപ്പ് 4. 94ാമത്തെ ചോദ്യം വകുപ്പ് 94ാമത്തെ ചോദ്യം എ ഓപ്ഷൻ 100 യാർഡ്. 95ാമത്തെ ചോദ്യം ഡി ഓപ്ഷനാണ്, ഡി ഓപ്ഷൻ 95, അത് 18 വയസ്സ്. 96ാമത്തെ ചോദ്യം എ ഓപ്ഷൻ മുഖ്യമന്ത്രി. 97ാമത്തെ ചോദ്യം 14,405. 98ാമത്തെ ചോദ്യം ബി ഓപ്ഷൻ 2016 ഉത്തരം. 99ാമത്തെ ചോദ്യം എ ഓപ്ഷനാണ്. 100ാമത്തെ ചോദ്യം സി ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഇപ്പം മാർക്ക് കൂട്ടി വെച്ചിരുന്ന പലർക്കും ചിലപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാർക്കുകൾ മാറാം. എന്നിരുന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയുടെ 14 ജില്ലയുടെയും കട്ട് ഓഫ് 55 എറൗണ്ട് നിൽക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഫൈനൽ ആൻസർ കീ വന്ന് ഡിലീഷനൊക്കെ ശേഷമുള്ളൊരു ഏകദേശ മാക്സിമം കട്ട് ഓഫാണ് ഞങ്ങളൊരു പ്രഡിക്റ്റ് ചെയ്യുന്നത്. 55, അതെന്ന് പറയുന്നത് 5 മാർക്ക് താഴോട്ടോ മുകളിലോട്ടോ ഒക്കെ മാറാം. അപ്പോൾ ഏകദേശം അങ്ങനെയല്ലേ നമുക്കൊരു കട്ട് ഓഫ് വിലയിരുത്താൻ പറ്റൂ. ഒരു 55 മാർക്ക് ഏകദേശം അടുപ്പിച്ച് നിൽക്കുന്നവരും അതിൽ കൂടുതലുള്ളവരും ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 60-ന് പുറത്തൊക്കെ മാർക്ക് വാങ്ങുന്നവർ നല്ല റാങ്കിൽ വരാനും ജോലി സാധ്യത കൂടാനും ചാൻസ് ഉണ്ട്. ഓക്കെ.